ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വചനം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം. നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. വചനം പറയുകയാണ്, നാളത്തെക്കുറിച്ചുള്ള ഭാരം നമ്മുടെ ഇന്നത്തെ സമാധാനത്തെ കെടുത്തിക്കളയുവാൻ അനുവദിക്കരുതേ. നാളെക്കുറിച്ചുള്ള ആശങ്കയിലും അനിശ്ചിതത്വത്തിലും കുടുങ്ങിപ്പോവുക സാധാരണ. എന്നാൽ സത്യം എന്തെന്നാൽ നാം ആ ഭാരം ചുമക്കേണ്ടതില്ല എന്നുള്ളതാണ്. നാളെക്കുറിച്ച് വിചാരപ്പെടണ്ട എന്നു പറഞ്ഞാൽ അതിനു മുമ്പേ പോയി നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് അതിനർത്ഥം. അവൻ നമ്മുടെ ഭാവി തൻ്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നു. നമ്മുടെ ഓരോ ചുവടുവെപ്പിലും നമ്മെ നയിക്കുവാൻ വിശ്വസ്തനാണ് ഈ ദൈവം. കുറിച്ചുള്ള ചിന്ത നമ്മെ വേട്ടയാടുവാൻ തുടങ്ങുമ്പോൾ ഇന്നുവരെ ദൈവം നമ്മെ നടത്തിയ വഴികളെ നാം ഓർക്കുക. ആ പ്രശ്നങ്ങളെയൊക്കെയും തരണം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചില്ലേ? ഇന്നുവരെ നമുക്ക് ലഭിച്ച നന്മകളിൽ നിന്നും അനുഗ്രഹങ്ങളിൽ നിന്നും സമാധാനത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ അനുവദിക്കരുത്. ഇന്നിനെ നിയന്ത്രിച്ച ദൈവം നാളെ നിയന്ത്രിച്ചുകൊള്ളും. ഭാവിയെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെയും ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുക. നിയന്ത്രിക്കാൻ ശക്തനായ ദൈവം അതിനായി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നതിന്റെയും ഭാരം ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കുക. ദൈവം അത് വഹിക്കട്ടെ. കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ ഓർക്കുക, ദൈവം അത് തരുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യം, ഇല്ലെങ്കിൽ അനാവശ്യമായ കാര്യമാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറ്റി പറയാത്തവനുമായ ദൈവം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യത്തിലൂടെ നമ്മോടറിയിക്കുകയാണ്, വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. ആമേൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കൂ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.